ചാരമായെന്ന് കരുതി ചെകയാൻ നിൽക്കണ്ട, കനല് കെട്ടിട്ടില്ലെങ്കിൽ പൊള്ളും എന്ന് പറയുന്ന പ്രശസ്തമായിട്ടുള്ള ഡയലോഗ് കഴിഞ്ഞ സീസണിലൊക്കെ ധോണിയോടൊപ്പം ചേർത്ത് വെക്കാമായിരുന്നു. ഈ ഒരു സീസണിലും വേണമെങ്കിൽ ധോണിയോടൊപ്പം ചേർത്ത് വെക്കാം. കാരണം നെറ്റ്സിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ധോണി അടിച്ച് കളിക്കുന്നുണ്ട്. കഴിഞ്ഞ സീസണിൽ നെറ്റ് ബോളർമാർക്കെതിരെ തുടർച്ചയായിട്ട് സെഞ്ചുറികൾ അടിച്ച ശേഷം IPL ധോണി ഒന്ന് നിറം മങ്ങിപ്പോയായിരുന്നു. പക്ഷേ എന്നാലും ഹാർദിക്കിനെയൊക്കെ പഞ്ഞി കിട്ടിയിട്ടുണ്ടായിരുന്നു. കാൽമുട്ടിലൊരു പരിക്ക് വെച്ചിട്ടാണ് ധോണി അങ്ങനെ കളിച്ചത് എന്നത് ഒരു എക്സെപ്ഷണൽ കേസായിട്ട് എടുത്തു പറയണം. ധോണിക്ക് ഇത്തവണ തിളങ്ങാൻ പറ്റും എന്ന് നമുക്ക് വിശ്വസിക്കാം. മാത്രമല്ല അവിടെ അഫ്ഗാനിസ്ഥാൻ പയ്യൻ നൂറ് നല്ല രീതിയിൽ ചെന്നൈയുടെ നെറ്റ്സിൽ പന്തിനെ തിരിക്കുന്നുണ്ട്. സോ ഇത്തവണ അവരുടെ സ്പിൻ വജ്രായുധങ്ങളിൽ അശ്വിനോടൊപ്പം നൂറ് കൂടി ഉണ്ട് എന്ന് വിശ്വസിക്കാം. പറഞ്ഞു വന്നത് ഹൈദരാബാദിന്റെ കാര്യമാണ്. സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ ഇൻട്രാ സ്ക്വാഡ് മാച്ചസിലെല്ലാം കനല് കെട്ടിട്ടില്ലെങ്കിൽ പൊള്ളും എന്ന് തെളിയിക്കുന്ന വിധത്തിൽ ഇഷാൻ കിഷൻ ആഞ്ഞടിക്കുന്നുണ്ട്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ആ ഒരു കോവിഡ് ടൈമിൽ UAE വെച്ച് നടന്ന IPL എഡിഷനിൽ മുമ്പിൽ കിട്ടിയ വമ്പൻ ബോളർമാരെ എല്ലാം അടിച്ച് നിലംപരിശാക്കി തകർത്ത് വിട്ട ഇഷാൻ കിഷന് പിന്നീട് തുടർച്ചയായിട്ട് തിരിച്ചടികളുടെ കാലമായിരുന്നു. മുംബൈ ഇന്ത്യൻസിൽ ഇഷാന് പ്രോപ്പറായിട്ട് ചാൻസ് പോലും കിട്ടുന്നില്ല. ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ നിന്നും ഇഷാൻ ഔട്ടായി പോകുന്നു. ഡൊമസ്റ്റിക് ക്രിക്കറ്റിൽ ജാർഖണ്ഡിന് വേണ്ടി നല്ല രീതിയിൽ കളിച്ചെങ്കിൽ പോലും പിന്നീട് ചില പൊളിറ്റിക്സും ഇഷ്യൂ ഒക്കെ കാരണം ഇഷാൻ കിഷനെ പലരും പലയിടത്തും ഒഴിവാക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. പക്ഷേ ഇത്തവണ IPL തുടങ്ങുമ്പോൾ തന്നെ പുച്ഛിച്ചവരെയും വിമർശിച്ചവരെയും എഴുതിത്തള്ളിയവരെ എല്ലാം നിശബ്ദരാക്കുന്ന വിധത്തിലുള്ള കിടിലൻ പ്രകടനം കാഴ്ചവെക്കാൻ ഇഷാൻ കിഷന് കഴിയും എന്ന് വേണം ഇൻട്രാ സ്ക്വാഡ് മാച്ചസിലെ റിസൾട്ടിൽ നിന്നും മനസ്സിലാക്കാൻ. ഇപ്പം സൺറൈസേഴ്സിന്റെ ഒരു ബാറ്റിംഗ് ഓർഡറിനെ കുറിച്ച് ഞാൻ ഇന്നലെ ഒരു ആർട്ടിക്കിൾ വായിച്ചപ്പോൾ എല്ലാ എണ്ണവും സ്ട്രൈക്ക് റേറ്റ് നല്ല തീ പിടിപ്പിക്കുന്ന സ്ട്രൈക്ക് റേറ്റ് ആണ്. ഇനിയിപ്പം എവിടെങ്കിലും തുടർച്ചയായിട്ടുള്ള വിക്കറ്റുകൾ വീണ് പോവുകയാണെങ്കിൽ ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് നമ്മുടെ മലയാളി താരം സച്ചിൻ ബേബിയെ കൊണ്ടുവരും സ്റ്റാൻഡ് ചെയ്ത് കളിക്കാൻ. സച്ചിൻ ബേബി ഇൻട്രാ സ്ക്വാഡ് മാച്ചിലും വലിയ അടികൾക്കൊന്നും നിൽക്കുന്നില്ല. തന്നെ ഏൽപ്പിച്ച ദൗത്യം ടീമിനെ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് കൂട്ടത്തകർച്ച ഉണ്ടായി കഴിഞ്ഞാൽ ടീമിനെ പിടിച്ചു നിർത്താൻ സച്ചിൻ ബേബി ഉണ്ടായിരിക്കും എന്ന ഇൻട്രാ സ്ക്വാഡ് മാച്ചിലെ സച്ചിൻ ബേബിയുടെ പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്നു. പറഞ്ഞ് വിഷയത്തിൽ നിന്നും വല്ലാതെ അങ്ങ് തെന്നി മാറുന്നുണ്ട്. ഇഷാൻ കിഷന്റെ കാര്യമാണ് പറഞ്ഞു വരുന്നത്. സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ താരമായ ഇഷാൻ കിഷൻ ഇൻട്രാ സ്ക്വാഡ് മാച്ചസിലെല്ലാം വളരെ മികച്ച പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. കളിക്കുന്ന കളികളിലെല്ലാം ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് കാഴ്ചവെക്കുന്നു. ആദ്യ മത്സരത്തിൽ 23 പന്തിൽ നിന്നും 64 റൺസാണ് ഇഷാൻ എടുത്തത്. രണ്ടാമത്തെ മത്സരത്തിൽ 30 പന്തിൽ നിന്നും 70 റൺസ് എടുത്തു. മൂന്നാമത്തെ മത്സരത്തിൽ 19 പന്തുകളിൽ നിന്നും 49 റൺസ് എടുത്തു. അവസാന മത്സരത്തിൽ 33 പന്തിൽ നിന്നും 63 റൺസുമായിട്ട് ഇഷാൻ നോട്ട് ഔട്ടായി നിന്നതാണ്. സൺറൈസേഴ്സിലേക്ക് വരുമ്പോൾ എല്ലാ എണ്ണത്തിൻ്റെയും ബാറ്റിൽ ബാധ കയറുന്നതാണോ എന്നറിയണം. കഴിഞ്ഞ സീസണിൽ ഒരുപാട് തവണ 250 മോളെ അടിച്ച് കയറ്റാൻ പറ്റും. ഇത്തവണ വേണമെങ്കിൽ 300 തന്നെ അടിച്ചേക്കും എന്ന് പ്രഖ്യാപിക്കുന്ന വിധത്തിലാണ് സൺറൈസേഴ്സിന്റെ ബാറ്റിംഗ് ഇതും അവരുടെ ആ ഒരു അടിയും പിടിയൊക്കെ. കാരണം ഒരു 10 ഓവർ കഴിയുമ്പോൾ തന്നെ ഏകദേശം ഇൻട്രാ സ്ക്വാഡ് മാച്ചിൽ ഒരു 120-130 റൺസ് അവർ അടിച്ച് കയറ്റുന്നുണ്ട്. സോ അവർ ഇത്തവണയും 20 ഓവർ കളിച്ചാൽ 250 മേളിൽ സ്കോർ പോകും എന്ന് തന്നെ വിശ്വസിക്കാം. അതിനപ്പുറത്തേക്ക് ഒരുപക്ഷെ 300 കടന്നു പോകുമോ എന്ന് സംശയിക്കുന്ന വിധത്തിൽ തന്നെയാണ് ഇൻട്രാ സ്ക്വാഡ് മാച്ചിൽ അവരുടെ പെർഫോമൻസും കാര്യങ്ങളും എല്ലാം തെളിയിക്കുന്നത്. ഏതായാലും ഇഷാൻ കിഷൻ ഇത്തവണ ഒരു കംബാക്ക് നടത്തും എന്ന് ഇൻട്രാ സ്ക്വാഡ് മാച്ചിൽ നിന്ന് മനസ്സിലാക്കാം.